ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. യോബിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീ എൻ്റെ ന്യായത്തെ ദുർബലപ്പെടുത്തുന്നുവോ? നീ നീതിമാനാകേണ്ടതിന് എന്നെ കുറ്റം പറയുന്നുവോ? അമ്മേ സ്തോത്രം. അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരം പറയാം: യഹോവ പിന്നെയും യോബിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ആക്ഷേപകൻ സർവശക്തനോട് വാദിക്കുമോ? ദൈവത്തോട് തർക്കിക്കുന്നവൻ ഇതിന് ഉത്തരം പറയട്ടെ. യഹോവയോട് ഉത്തരം പറഞ്ഞത് ഞാൻ നിസ്സാരനല്ലല്ലോ. ഞാൻ നിന്നോട് എന്തുത്തരം പറയേണ്ടു? ഞാൻ കൈകൊണ്ട് വായി പൊത്തിക്കൊള്ളുന്നു. ഇയ്യോബ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇയ്യോബ് നേരുള്ളവനും നിഷ്കളങ്കനുമാണ്. ഇയ്യോബിനെ പറ്റി പറഞ്ഞാൽ അവന് എന്തെല്ലാം പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവിടെ ഒന്നും അവൻ തളർന്നു പോയില്ല. അവൻ്റെ ഭാര്യ അവനെ തള്ളിക്കളഞ്ഞു, മക്കൾ തള്ളിക്കളഞ്ഞു, അവൻ്റെ സ്വത്തും മുതലും എല്ലാം നശിച്ചു, മക്കൾ നശിച്ചു. എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അവൻ നല്ലവനും നേരുള്ളവനും നിഷ്കളങ്കനുമായിരുന്നു. എന്നാൽ നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ അടിക്കടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പിറുപിറുക്കാറുണ്ട്. എന്നാൽ ഇയ്യോബ് ഓരോ ദിവസം കഴിയും തോറും അവന് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു, രോഗങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു. ശത്രുവിൻ്റെ കയ്യിൽ, പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ അവന് ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അവൻ്റെ സ്നേഹിതന്മാരൊക്കെ അവനെ തള്ളിക്കളഞ്ഞു. എന്നാൽ അവൻ ദോഷം അകന്നവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവന് തള്ളിപ്പറയേണ്ട അവസ്ഥകൾ, അനേക സാഹചര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൻ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യ, മക്കൾ, ഉറ്റവർ, ഉടയവർ, സ്വന്തക്കാർ, എന്നാൽ സ്നേഹിതർ എല്ലാവരും തള്ളിക്കളഞ്ഞു. എല്ലാവരും ഉപേക്ഷിച്ചു. അവൻ്റെ സർവ്വതും സ്വത്തും മുതലും എല്ലാം ഉപേക്ഷിച്ചു. എന്നിട്ടും അവൻ ദൈവത്തെ ഒരു പ്രാവശ്യം പോലും തള്ളിക്കളയാത്തത് കൊണ്ട് ദൈവം പിന്നത്തേതിൽ അവനെ 100 ഇരട്ടിയായി മടക്കി കൊടുക്കാനിടയായി. നമ്മൾക്ക് ഈ നാളുകളിൽ കഷ്ടങ്ങൾ കടന്നു വരട്ടെ, പ്രയാസങ്ങൾ കടന്നു വരട്ടെ, ഭാരങ്ങൾ കടന്നു വരട്ടെ. എന്നാൽ എല്ലാവരും നമ്മളെ തള്ളിക്കളയട്ടെ, ഉപേക്ഷിക്കട്ടെ. നമ്മുടെ ഭവനത്തിലുള്ളവരായാലും ചുറ്റുപാടുള്ളവരായാലും എല്ലാവരും നമ്മെ മാറ്റി നിർത്തട്ടെ. അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നുവെന്ന് ഹല്ലേലൂയ യെശയ്യാവിൽ പറയുന്നത് പോലെ നാം ഭയപ്പെടാതെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു നാളും തള്ളിപ്പറയാതെ ഈ നാളിലായിരിക്കുന്നത് ദൈവം നമ്മെ നടത്തുവാൻ ശക്തനാണ്. ഗോഡ് ബ്ലെസ്.